അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1212. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, യഅതി അലന്നാസി സമാൻ, ജനങ്ങളുടെ മേൽ ഒരു കാലം വരും, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ജനങ്ങളിൽ ആ കാലഘട്ടത്തിൽ ദീനിന്റെ മേൽ ക്ഷമിക്കുന്നവൻ, ദീനിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോ അതിന്റെ മേൽ ക്ഷമിക്കുന്നവൻ, കൽ ഖാബിദ് അലൽ ജംർ, തീക്കണലിന്റെ മേൽ പിടിച്ചവനെ പോലെയാണ്. തീക്കട്ട കയ്യിൽ പിടിക്കാൻ എത്ര പ്രയാസമുണ്ടാവും എന്നതുപോലെ പ്രയാസം നേരിടേണ്ടി വരും ദീനനുസരിച്ച് ജീവിക്കുന്നവൻ. നല്ല ക്ഷമ വേണ്ടി വരും. ഫിത്നകൾ വ്യാപിക്കുകയും ദീൻ കുറയുകയും ചെയ്യുന്നൊരു സമയം. ആ സമയത്ത് ദീനിന്റെ വിധിവിലക്കുകൾ നാം ജീവിതത്തിൽ പകർത്തുമ്പോൾ പലരും നമ്മെ പരിഹസിച്ചേക്കാം, വളരെ പുച്ഛിച്ച് നമ്മെ തള്ളിയേക്കാം, ഇവനൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞേക്കാം, ഇവനൊക്കെ ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവയാണെന്ന് പറഞ്ഞ് കളിയാക്കിയേക്കാം. ആ സമയത്തെല്ലാം ക്ഷമിച്ചുകൊണ്ട് ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ, അല്ലാഹും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് കാണിച്ചു തന്ന ആ റൂട്ടിൽ അവർ പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കുമ്പോ നല്ല പ്രയാസമുണ്ടാകും, നല്ല ക്ഷമ വേണം, തീക്കടൽ കയ്യിൽ പിടിക്കുന്ന പ്രയാസമുണ്ടാകും എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അപ്പോ ദീനനുസരിച്ച് ജീവിക്കണം, തീക്കടൽ കയ്യിൽ പിടിച്ചവനെ പോലെ ജീവിക്കണം. അത്രയും ക്ഷമ നമുക്കുണ്ടാവണം. എല്ലാ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.